ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ, പല പ്രയാസങ്ങളിൽ, കഷ്ടപ്പാടുകളൊക്കെ നേരിടുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം എന്ന മഹാഭാഗ്യം ലഭിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വലിയ നോമ്പിന്റെ അവസാന ആഴ്ചയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. മാനവരാശിക്കായി കാൽവരിയിൽ മരക്കുരിശിൽ യാഗമായി തീർന്ന കർത്താവിന്റെ സഹനവും സ്നേഹവും മനസ്സിൽ ചേർത്ത് പിടിച്ച് ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാനായി നമുക്ക് ഈ നോമ്പിന്റെ കാലത്ത് സാധിക്കട്ടെ. നോമ്പിന്റെ 47-ാം ദിവസമായ ഇന്ന് നാം എല്ലാവരും പെസഹ ആയി കൊണ്ടാടുന്ന ദിനമാണ്. ഇന്നത്തെ അല്പസമയത്ത് ധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗം നമ്മൾ ഏവർക്കും വളരെ സുപരിചിതമായ ഒന്നാണ്. ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി പെസഹ കൊണ്ടാടുന്നതും തുടർന്ന് തന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനമായ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതും തുടർന്ന് ഒലിവുമലയിൽ പോയി പ്രാർത്ഥിക്കുന്നതും അതിനുശേഷം യേശു ഒറ്റിക്കൊടുക്കപ്പെടുന്നതുമാണ് ഈ വേദഭാഗത്തിന്റെ ഉള്ളടക്കം. അതിൽ ആദ്യമായി നാം കാണുന്നത് കർത്താവിന്റെ അപ്പോസ്തലന്മാരിൽ ഒരുവനും പണസഞ്ചി കൈവശമുള്ളവനുമായ ഇസ്കരിയോത്ത യൂദ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെല്ലുകയും തന്റെ പരമകാരുണ്യവാനായ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാനായി സഖ്യം ചേരുന്നതുമാണ്. അതിന്റെ കൂലിയായ 30 വെള്ളിക്കാശ് അവൻ കൈപ്പറ്റുന്നുമുണ്ട്. അടുത്ത ഭാഗത്തായി നാം കാണുന്നത് കർത്താവ് തന്റെ 12 ശിഷ്യന്മാരുമായി പെസഹ പെരുന്നാൾ കൊണ്ടാടുവാൻ ചെല്ലുന്നതാണ്. ഇവിടെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന്, എന്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറയിക്കുന്നു. മറ്റുള്ള സുവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ ആ മാളിക കർത്താവിന്റെ മറ്റൊരു ശിഷ്യനും കൂട്ടാളിയുമായ മർക്കോസിന്റെ മാളിക ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് കർത്താവ് എല്ലാം മുന്നമേ തയ്യാറാക്കിയിരുന്നു. ഒരു യഹൂദനെ സംബന്ധിച്ച് പെസഹ അവരുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നുള്ള മോശയിലൂടെ ദൈവം നേടിക്കൊടുത്ത വിമോചനത്തിന്റെ സുദിനത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. യഹൂദരുടെ പ്രധാനപ്പെട്ട 3 പെരുന്നാളിൽ ഒന്നാണ് പെസഹ. യഹൂദന്മാർ അവനവന്റെ വീടുകളിലാണ് പെസഹ ആചരിച്ചുകൊണ്ടിരുന്നത്. യേശുവും ശിഷ്യരും അവരവരുടെ വീടുകളിലായിരുന്നില്ല താമസിച്ചിരുന്നത്, അവർ ഒരുമിച്ചായിരുന്നു. അതുകൊണ്ടാണ് പെസഹ കൊണ്ടാടുവാനായി അവർ ഒരു സ്ഥലം അന്വേഷിക്കുന്നതും ആ മാളികയിൽ എത്തിച്ചേരുന്നതും. യഹൂദന്മാരുടെ വിമോചനത്തിന്റെ ഓർമ്മയുടേതായ ആ സന്ധ്യ തികച്ചും സന്തോഷവും ആഹ്ലാദവും അലതല്ലുന്ന ഒന്നായിരുന്നു. അപ്പോഴാണ് യേശു തന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന് അവരോട് പറയുന്നത്. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും വളരെ ദുഃഖിതരായി. അവർ കർത്താവേ കർത്താവേ ഞാനോ എന്ന് ചോദിക്കുമ്പോൾ ഇസ്കരിയോത്ത യൂദ റബ്ബി അല്ലെങ്കിൽ ഗുരു ഞാനോ എന്ന് ചോദിക്കുന്നു. അതിന് യേശു നീ തന്നെ എന്ന് അവനോട് ഉത്തരവും പറയുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റുള്ള ശിഷ്യരും ഇസ്കരിയോത്ത യൂദയും തമ്മിലുള്ള വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ സമർപ്പണത്തിന്റെ വ്യത്യാസമാണ്. മറ്റുള്ളവർ എന്റെ ജീവന്റെ നാഥ ഉടയവനെ എന്നർത്ഥമുള്ള കർത്താവെ എന്ന് വിളിക്കുമ്പോൾ ഇസ്കരിയോത്ത യൂദ ആ ബന്ധത്തെ കേവലം ഒരു ഗുരുശിഷ്യ ബന്ധം മാത്രമായി കാണുന്നു. അവിടെയാണ് അവന്റെ സമർപ്പണ ബോധത്തിന്റെ കുറവ് നാം മനസ്സിലാക്കുന്നത്. അതിന്റെ ശേഷമാണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്: യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ അത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തി അയാളെ ഒറ്റിക്കൊടുക്കുന്നു എന്ന് കരുതുക. ഇത് വെറും ഒറ്റിക്കൊടുപ്പല്ല, കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത്രമാത്രം സ്നേഹിച്ചൊരു വ്യക്തി തന്നെ ഒറ്റിക്കൊടുത്തു എന്നറിയുമ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും മാനസികമായി തളർന്നു പോകുന്ന ഒരു സമയമാണത്. അവൻ ഒറ്റയ്ക്ക് ഒരു ഇരുട്ടുമുറിയിലേക്ക് ഒതുങ്ങാൻ ആഗ്രഹിക്കുന്ന, ആരെയും സ്നേഹിക്കാൻ ആഗ്രഹിക്കാത്ത സമയമാണത്. എല്ലാവരെയും ഒരുപോലെ പകയോടെ നോക്കിക്കാണുന്ന സമയമാണത്. ഇങ്ങനെയുള്ള ഒരു സമയത്താണ് യേശു തന്റെ സ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ സമ്മാനമായ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് മറ്റുള്ള അത്ഭുതങ്ങൾക്കായി കർത്താവിന് തന്റെ ശരീരത്തിൽ നിന്ന് സഹിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ യേശു സഹിച്ചത് മുഴുവൻ ഈ കുർബാന ആവാനാണ്, കാൽവരിയിലെ യാഗം പൂർത്തിയാക്കാനാണ്. ഇതാണ് ക്രിസ്തീയത. നാം നിന്ദിക്കപ്പെടുമ്പോഴും മുറിവേൽപ്പിക്കപ്പെടുമ്പോഴും
നമ്മുടെ സ്നേഹം പിടിച്ചു വെക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ ക്രിസ്തീയത എന്നത് നാം മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കുക എന്നതാണ്. ഇന്ന് നമുക്ക് അത് കുർബാന സ്ഥാപിച്ച ആയിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ അന്ന് അത് പെസഹയുടെ ആചാരപരമായ ഭക്ഷണം മാത്രമായിരുന്നു. അന്ന് യഹൂദന്മാർ പെസഹ ആചരിച്ചുകൊണ്ടിരുന്നത് 2 കാര്യങ്ങളുടെ ഓർമ്മയ്ക്കായിരുന്നു. ഒന്ന്, മിസ്രൈമിൽ നിന്ന് അവർ ഉള്ള അടിമത്തത്തിന്റെ വിമോചനത്തിനായി ദൈവം പ്രവർത്തിച്ചതിനെ കുറിച്ചുള്ള ഓർമ്മ. 2 പറയുന്നത് സീനായി മലമുകളിൽ വെച്ച് അവർ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനു ശേഷം യേശു ശിഷ്യന്മാരും സങ്കീർത്തനങ്ങൾ പാടി ഒലിവുമലയിലേക്ക് പോയി എന്ന് നാം കാണുന്നു. 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് യേശു തന്റെ 3 പ്രവചനങ്ങൾ ഈ വാക്യങ്ങളിൽ നടത്തുന്നു. 1, യേശു തന്റെ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോകും എന്ന് പ്രവചിക്കുന്നു. ഇത് സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്. മത്തായിയുടെ 26-ാം അധ്യായത്തിൽ 56-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. അങ്ങനെ സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്ന തിരുവെഴുത്ത് നിവൃത്തിയായി. 2-ാം പ്രവചനം എന്ന് പറയുന്നത് യേശുവും ശിഷ്യന്മാരും ഗലീലയിൽ വെച്ച് കണ്ടുമുട്ടും എന്നതാണ്. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആ പ്രവചനവും നിവൃത്തിയായി. 3-ാമതായി കർത്താവ് പ്രവചിക്കുന്നത് തന്റെ സഭയുടെ അടിസ്ഥാനമായി മാറിയ പത്രോസ് യേശുവിനെ കോഴി കൂകുന്നതിന് മുൻപ് 3 വട്ടം തള്ളിപ്പറയുമെന്നതാണ്. അത് കേട്ട ഉടനെ പത്രോസ് അത് നിഷേധിക്കുന്നു, കൂടെയുള്ള ശിഷ്യന്മാരും അത് നിഷേധിക്കുന്നു. എന്നാലും കർത്താവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. ഇവിടെയും നമ്മൾ യൂദയെയും പത്രോസിനെയും തമ്മിലുള്ള ഒരു വ്യത്യാസം കാണുന്നു. യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തുവെങ്കിലും അവൻ അതിനായി അനുതപിക്കുകയോ ക്ഷമ ചോദിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ പത്രോസ് താൻ കോഴി കൂകുന്നതിന് മുന്നേ 3 വട്ടം തള്ളിപ്പറഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വളരെ ദുഃഖത്തോടെ വെളിയിൽ പോയി കരഞ്ഞ് നിലവിളിച്ച് മാപ്പപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിന്റെ ശേഷം കർത്താവ് ശിഷ്യരും ഒലിവുമലയിലേക്ക് പോകുന്നതാണ് നാം കാണുന്നത്. ഒലിവുമലയിലെ ഗത്ശമന തോട്ടത്തിൽ അവരെത്തുകയാണ്. അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന തന്റെ പീഡാനുഭവത്തെയും ക്രൂശീകരണവും ഒക്കെ യേശുവിന് മുൻകൂട്ടി അറിയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരിക്കലും സഹിക്കാൻ വയ്യാത്ത ആത്മവേദനയാണ് യേശു അവിടെ നേരിടുന്നത്. അത്രത്തോളം തീവ്രമായ വേദനയിൽ യേശു ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ട് തനിച്ചൊരിടത്ത് തന്റെ പിതാവിൽ ആശ്രയം കണ്ടെത്തുകയാണ്. അഗാധമായ അതിതീവ്രമായ വേദനകൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ ഒരു മനുഷ്യൻ അഭയം കണ്ടെത്തേണ്ട ഇടമാണ് ദൈവം, പ്രാർത്ഥന. അതാണ് യേശു നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നത്. അവിടെ കർത്താവ് രക്തം വിയർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ. അതായത് യേശു പൂർണ്ണ ദൈവം മാത്രമല്ല, പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടാവുന്ന എല്ലാ വിധത്തിലും പാപമൊഴിച്ച് ഒരു മനുഷ്യൻ കടന്നു പോകാവുന്ന എല്ലാ അവസ്ഥയിലൂടെയും കടന്നുപോയവനാണ് യേശു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ തന്റെ വിഷമത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന, കൂടെ സഹതപിക്കാൻ കഴിയുന്നവനാണ് അവൻ. എന്നാൽ അവൻ വീണ്ടും പിതാവിനോട് നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ നാം ഓരോ കാര്യങ്ങൾക്കായി ദൈവസന്നിധിയിൽ വരുമ്പോൾ അത് ദൈവഹിതപ്രകാരമാണോ എന്ന് നാം ദൈവത്തോട് ആലോചന ചെയ്യണം. ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച 4 കാര്യങ്ങളാണ്. 1, നമുക്ക് വിഷമഘട്ടങ്ങളിൽ ആശ്രയിക്കാനുള്ള ഏക സ്ഥാനം അത് പ്രാർത്ഥനയാണ്, ക്രിസ്തുവാണ്. നാം എത്ര കണ്ട് മനുഷ്യരിൽ ആശ്രയിച്ചാലും എന്നാൽ അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നില്ല. എന്നാൽ ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ ഉറപ്പായും അതിനുള്ള മറുപടി ദൈവം തരുന്നതായിരിക്കും. 2-ാമതായി, നമ്മെ ക്രിസ്തു കാണിച്ചു തന്നതുപോലെ നമ്മെ വേദനിപ്പിക്കുന്നവരോട് പകയും വിദ്വേഷവും ഒന്നും വെച്ച് പുലർത്താതെ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ദാനം അവർക്ക് നൽകുക. അതാണ് ക്രിസ്തീയത. 3-ാമതായി, യേശുവിന് സകലവും അറിയാമായിരുന്നു. എന്നാൽ യൂദ തന്നെ ഒറ്റുമെന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പായിരുന്നില്ല. യൂദയുടെ തിരഞ്ഞെടുപ്പാണ് അവനെ ഒറ്റുകാരനാക്കുന്നത്. പ്രലോഭനത്തിൽ വീഴാതെ ഇരിപ്പാനായി അവന് കഴിഞ്ഞില്ല. ആ തിരഞ്ഞെടുപ്പാണ് അവനെ ഒറ്റുകാരനാക്കിയത്. ഇതുപോലെ ഇത് ആർക്കും സംഭവിക്കാം. ദൈവം നമുക്ക് സകലതും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നാം യൂദയെ പോലെ ദുരുപയോഗം ചെയ്താൽ നാമും ക്രിസ്തുവിനെ ഒറ്റുന്നതും അവനെ ക്രൂശിക്കുന്നതിന് സമമാണ്. 4-ാമതായി, വേദഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് യേശു ശിഷ്യന്മാരോട് മാളിക ഒരുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ
വീട്ടുടയവനോട് ഇങ്ങനെ പറയാൻ ആവശ്യപ്പെടുന്നു: ഞാൻ എന്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും. ഇത് തന്നെയാണ് നാം ഓരോരുത്തരോടും കർത്താവ് പറയുന്നത്. ഞാൻ എന്റെ ശിഷ്യരുമായി നിന്റെ ഹൃദയമാകുന്ന മാളികയിൽ, നിന്റെ ബലഹീനതയിൽ, നിന്റെ രോഗങ്ങളിൽ, നിന്റെ ദുരിതങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിന്റെ പെസഹ കഴിപ്പാനായി ആഗ്രഹിക്കുന്നു. നാം നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്താൽ നമ്മുടെ ഹൃദയം കർത്താവിന്റെ തിരുമേശയായി രൂപാന്തരപ്പെടും. അത് തീർച്ച. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, നീ നേരിട്ടതായിട്ടുള്ള പരീക്ഷകളെക്കുറിച്ചും നീ സ്ഥാപിച്ചതായ വിശുദ്ധ കുർബാനയെക്കുറിച്ചും ധ്യാനിക്കുന്ന ഈ വേളയിൽ നിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ കരുത്തുള്ളതാക്കി തീർക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ നോമ്പുകാലം തോറും ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവിക ദാനങ്ങളെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങ് കാണിച്ചു തന്ന മാതൃകയിൽ ജീവിപ്പാനും ഏതവസ്ഥയിലും പ്രാർത്ഥനയിൽ ആശ്രയിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, പലപ്പോഴും ഞങ്ങൾ നിനക്ക് ഹിതമല്ലാത്തത് ചെയ്തു നിന്നെ വീണ്ടും വീണ്ടും ക്രൂശിക്കാൻ ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, ഞങ്ങൾ ചെയ്ത തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിനക്കായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. നന്മകളാൽ നിറയ്ക്കണമേ. സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ.